നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PSC അംഗത്വത്തിന് കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ സംഭവം കൈവിട്ട അവസ്ഥയിലാണ്. CPM പുറത്താക്കിയ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളി ഇന്ന് പോലീസിൽ പരാതി നൽകും. തനിക്കെതിരായ കോഴ ആരോപണത്തിൽ ആർക്ക് പണം നൽകി എന്ന് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് പോലീസ് അടക്കമുള്ള ഏജൻസികൾക്ക് പരാതി നൽകുക. അതേസമയം അഴിമതി ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പ്രമോദിന്റെ അടുത്ത നീക്കത്തിൽ പാർട്ടിക്ക് ആശങ്കയുണ്ട്. ഇന്നലെ പാർട്ടിക്ക് പരാതി നൽകിയ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ കുടുംബത്തെ കൂട്ടി നടത്തിയ പ്രതിഷേധം പാർട്ടി നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രമോദിനെ തള്ളിപ്പറഞ്ഞ് കൂടുതൽ നേതാക്കൾ രംഗത്ത് വരാനും സാധ്യത ഏറെയാണ്. പ്രമോദിന് സ്വാധീനമുള്ള കോട്ടുളി മേഖലയിൽ പ്രവർത്തകരുടെ അകൽച്ച ഇല്ലാതാക്കാനുള്ള നീക്കവും CPM ജില്ലാ നേതൃത്വം നടത്തും. ആർക്ക് പണം നൽകി എന്നതിൽ വ്യക്തത വരുത്തുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് പ്രമോദിന്റെ തീരുമാനം. അതേസമയം PSC അംഗത്വം വാഗ്ദാനം ചെയ്ത കോഴ വാങ്ങിയെന്ന പരാതിയിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിയെടുക്കാനായി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഭിന്നാഭിപ്രായം. പ്രമോദ് കോട്ടുളിയെ പുറത്താക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിലാണ് തർക്കം ഉണ്ടായത്. പ്രമോദ് കോട്ടുളിയെ പുറത്താക്കാനുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുന്നത്. പ്രമോദ് കോട്ടുളിയെ പുറത്താക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ അനുകൂലിക്കുന്ന വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റിയിലെ മറ്റു ചില അംഗങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട് എന്നും അക്കാര്യത്തിലും കമ്മിറ്റി അഭിപ്രായം പറയണമെന്നുമാണ് മറുവിഭാഗത്തിന്റെ ആവശ്യം. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത കോഴ വാങ്ങി എന്ന വിവാദത്തിൽ കുടുങ്ങിയ മുൻ ഏരിയ കമ്മിറ്റി നേതാവ് പ്രമോദ് കോട്ടുളി പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ സമരം തുടങ്ങിയതോടുകൂടി സംഭവം മറ്റൊരു വിവാദത്തിലേക്കാണ് ആയിരിക്കുന്നത്. ഇതോടെ ശ്രീജിത്തിന്റെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. അമ്മയ്ക്കും മക്കൾക്കും ഒപ്പമാണ് പ്രമോദ് സമരമിരിക്കുന്നത്. അഭിഭാഷകരുമായി സംസാരിച്ച് നാളെയും മറ്റന്നാളും പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും പരാതി നൽകുമെന്നും പ്രമോദ് പറഞ്ഞു. താനും തന്റെ കുടുംബവും സ്നേഹിതരും മാത്രമാണ് ഇപ്പോൾ ഉത്തരം പറയേണ്ടതായി വന്നത്. ഇക്കാര്യം തന്റെ അമ്മയെ മാത്രമാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഞാൻ 22 ലക്ഷം രൂപ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തെളിവ് തരണം. ഗൂഢാലോചന നടത്തിയത് ആരാണ്? 22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാരാണ്? അത് കൊടുത്തു, എപ്പോൾ വാങ്ങി തുടങ്ങിയ കാര്യങ്ങൾ എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. അതിനായുള്ള പരാതിക്കാരന്റെ വീട്ടിന് മുന്നിൽ സമരം ചെയ്തത് എന്നും പ്രമോദ് പറഞ്ഞു. വീട്ടിൽ ശ്രീജിത്ത് ഇല്ലെന്നാണ് വിവരം. അതേസമയം പ്രമോദ് കോട്ടുളിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിറക്കി. പാർട്ടി ഭരണഘടനയ്ക്ക് നിരക്കാത്ത അച്ചടക്ക ലംഘനം പ്രമോദ് കോട്ടുളിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നും അത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നുമാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്നാൽ ഏതു തരത്തിലുള്ള അച്ചടക്ക ലംഘനമാണ് എന്ന് CPM വിശദീകരിച്ചിട്ടില്ല. ഞാൻ കോഴ വാങ്ങിയെന്നാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള ആരോപണം. ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നാണ് പറയുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഞാൻ എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്നവർ എന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.